ഹായ് ഗുഡ് മോർണിംഗ് ഗായ്സ്. ഇന്ന് ചെടീൻ്റെ പരിപാടിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. രാവിലെ തന്നെ ഇസ ബേബിനെ സ്കൂളിലാക്കിയിട്ട് ഞാൻ അപ്പം തന്നെ ഇറങ്ങി. ഇവിടെയൊക്കെ കുറച്ച് പുല്ലൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം വെട്ടി ക്ലീൻ ചെയ്തു ഞാൻ. പിന്നെ ആഴ്ചയിലൊരിക്കലാണ് ഈ സൈഡിലോട്ട് ഇറങ്ങുക. ഇത് ഇഞ്ചിയാണ് ഗായ്സ്, ഞാൻ ഇവിടെ നട്ടതായിരുന്നു. ഞാൻ കുറച്ച് ധൃതി പിടിച്ചു ഇഞ്ചി എടുത്തു, അത് ഉണ്ടായി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അവിടെ പുല്ലൊക്കെ കളഞ്ഞു, നല്ല വൃത്തിയാക്കി. എന്നിട്ട് ഇഞ്ചിൻ്റെ 2 തൈ അവിടെ തന്നെ വെച്ച് കൊടുത്തു ഞാൻ. ഇനി അത് നന്നായിട്ട് വളരട്ടെ, അതവിടെ വെച്ച് കൊടുത്തു ഞാൻ. അവിടെ ഫുള്ളും പുല്ലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആഴ്ചയിലൊരിക്കലേ ഈ സൈഡിലോട്ട് ഇറങ്ങി വൃത്തിയാക്കാറുള്ളൂ, അല്ലാത്തപ്പോൾ ഡെയിലി തൂക്കും. പുല്ലൊക്കെ ഉണ്ടെങ്കിൽ ആഴ്ചയിലൊരിക്കൽ വെട്ടി വൃത്തിയാക്കും. ഇത് ഞങ്ങളുടെ മുന്തിരി വള്ളിയാണ്. അപ്പോൾ ഒരുപാട് ഇങ്ങനെ പടർന്ന് വന്നിട്ട് ഞാൻ വെട്ടിക്കൊടുത്താണ് കേട്ടോ. അപ്പോൾ മുന്തിരിവള്ളിൻ്റെ ഉണങ്ങിയ ഇലകളൊക്കെ ഞാൻ വെട്ടിക്കൊടുക്കുകയാണ്. ഇവിടെ കുറച്ച് ഞാൻ റോസൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു ഗൈസ്, അതെല്ലാം ചീത്തയായിപ്പോയി. അപ്പം ഞാൻ അവിടുന്ന് 2-3 തൈ കിട്ടി എനിക്ക്. അത് ഞാനൊരു ചട്ടിയിലേക്ക് നടാമെന്ന് വിചാരിച്ചു. ഉണങ്ങിയ കമ്പെല്ലാം വെട്ടി ചട്ടിയിലേക്ക് നട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം മണ്ണ് പിന്നെ ഞാൻ ആ വെട്ടിയ എന്താ പറയുക, നമ്മളെ മുന്തിരിൻ്റെ സോറി ഗൈസ്, മുന്തിരിൻ്റെ വെട്ടിയ ഇലകളൊക്കെ ഞാൻ ചട്ടീൻ്റെ അടിയിൽ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ മണ്ണിടുമ്പോൾ വെള്ളം ഒഴിക്കുമ്പോഴേ അത് ചളിയായിട്ട് താഴോട്ട് ഇറങ്ങി വന്ന് മതിലൊക്കെ ചീത്തയാവുമല്ലോ. അപ്പോൾ ഞാൻ ഇലകൾ അടിയിലിട്ടിട്ട് അതിൻ്റെ മുകളിൽ മണ്ണിടാ ചെയ്യാറ്. അപ്പോൾ അവിടെയൊക്കെ ഞാൻ റോസിൻ്റെ തൈയൊക്കെ നട്ടു. പിന്നെ ഞാൻ ഫ്രണ്ടിലോട്ട് വന്നു, കല്ലൊക്കെ എടുത്ത് വെക്കുമ്പോൾ എൻ്റെ കയ്യിലേക്ക് കല്ല് വീണു ഗൈസ്. അപ്പോൾ കൈ മുറിഞ്ഞു, നല്ല മുറിവുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇറച്ചി അവിടെ അമർത്തി വെച്ചിരിക്കുകയാണ് ഞാൻ. എനിക്ക് എന്തോ മുറി പറ്റിയാലും ഞാൻ വേഗം മഞ്ഞൾപ്പൊടി ഇടാണ് ചെയ്യാറ്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് ഞാൻ കെട്ടി വെക്കാൻ പോവുകയാണ്. നല്ല നീറ്റലായിരുന്നു കേട്ടോ, അതാ ഞാൻ എങ്ങനെ വിറച്ചത്. കെട്ടി വെച്ചു, ഞാൻ വീണ്ടും ഇറങ്ങി ഗൈസ്. ഒരു കാര്യം വിചാരിച്ചാൽ നടത്തിയിട്ടേ ഞാൻ തിരിച്ചു വരികയുള്ളൂ. ഇവിടെയാണ് ഞാൻ ചെടികളെല്ലാം സെറ്റ് ചെയ്യാൻ വിചാരിക്കുന്നത്. ഇവിടുത്തെ സ്ഥലം നിങ്ങൾക്ക് അറിയാലോ. ഞാൻ മുള നട്ടിരുന്നത് ഒരുപാട് കാടായിട്ട്, അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇല്ലാത്തവർ കാണണേ. അപ്പോൾ ആ ചെടികളെല്ലാം ഞാൻ അവിടേക്ക് സെറ്റ് ചെയ്യാണ്. അപ്പോൾ സ്റ്റെപ്പായിട്ട് വെച്ചാൽ ആ ചെടികളൊക്കെ ഒരുമിച്ച് അവിടെ തന്നെ വെക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ടൈലിൻ്റെ കഷ്ണം അങ്ങനെ എല്ലാം കല്ലൊക്കെ നേരെ വെച്ച് ടൈലിൻ്റെ കഷ്ണം അങ്ങനെ വെച്ച് സ്റ്റെപ്പാക്കി ഞാൻ അതിൻ്റെ സെറ്റ് ചെയ്തു ഏകദേശം. പിന്നെ ആ സൈഡിലുള്ള മതിലിൻ്റെ മുകളിൽ ഞാൻ ഇങ്ങനെ കുഞ്ഞി ചെടികളായിരുന്നു, കാട് പോലത്തെ ചെടികളായിരുന്നു വെച്ചിരുന്നത്. അപ്പോൾ അതെല്ലാം താഴെ ഇറക്കി മതിലൊക്കെ നന്നായിട്ട് കഴുകി ഇറക്കാൻ പോവുകയാണ്. എനിക്ക് നല്ല ചുമയുണ്ട് ഗൈസ്, അതാണ് ചെറിയൊരു ബുദ്ധിമുട്ട് സംസാരിക്കാൻ. അപ്പോൾ ആ ചെടികളൊക്കെ താഴെ കയറി, ഞാൻ കുഞ്ഞി കാട് പോലത്തെ ചെടികളായിരുന്നു. ആ ചെടീൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല, പൂക്കളില്ലാത്ത ചെടികളാണ്. അപ്പം ഞാൻ ആ മതിലൊക്കെ കഴുകിയിട്ട് പൂക്കളുള്ള ചെടികൾ വെക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ഇവിടെ പൂക്കളുള്ള ചെടി ഈ നിത്യകല്യാണി മാത്രമേ ഉള്ളൂ, പിന്നെ റോസും. ബാക്കിയൊക്കെ ഇലകൾ ഈ പച്ച പുല്ല് പോലത്തെ ചെടികളാണ് ഉള്ളത്. അതിൻ്റെ പേരുകളൊന്നും എനിക്ക് അറിയില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പുല്ലെന്ന് പറയുന്നത്. പുല്ലല്ല, അങ്ങനെ പച്ചപ്പുള്ള ഓരോ ചെടികൾ ഇലകളുള്ളത്. അപ്പോൾ ഞാൻ മതിലൊക്കെ കഴുകി ഇറക്കിയിട്ട് ആ ചട്ടിയും ചട്ടീൻ്റെ അടിയിൽ വെക്കുന്നൊരു പ്ലേറ്റ് ഉണ്ടല്ലോ, അതെല്ലാം കഴുകി, എല്ലാ ചട്ടിയും കഴുകി പ്ലേറ്റുകളൊക്കെ കഴുകി നമ്മളെ നിത്യകല്യാണിൻ്റെ കുറച്ച് കളക്ഷൻ അതിൻ്റെ മുകളിലേക്ക് വെച്ചു. അപ്പോൾ പൂക്കളാണല്ലോ, ആ സൈഡ് മൊത്തം പൂവാവട്ടെ എന്ന് കരുതി. അപ്പോൾ ചട്ടിയൊക്കെ കഴുകി ഞാൻ അവിടെ മതിലിൻ്റെ മുകളിലേക്ക് ഓരോ ചട്ടിയോടെ വെച്ച് കൊടുക്കുകയാണ്. ഇത് മിക്കവാറും 1 മാസം 1.5-2 മാസമൊക്കെ കഴിയുമ്പോൾ ഈ പരിപാടി ഞാൻ ചെയ്യും കേട്ടോ. അല്ലെങ്കിൽ ആ പ്ലേറ്റിൽ വെള്ളം അങ്ങനെ കെട്ടിക്കിടന്നിട്ട് കൊതുകും അങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് അതൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഈ രൂപത്തിലാക്കി വെച്ചു ഗൈസ്. ഈ ചെടികളെല്ലാം ഞാൻ മറ്റേ സൈഡിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഏകദേശം അങ്ങനെ കാക്കി മാറ്റി. പിന്നെ ഈ സൈഡിലോട്ട് ആ പുല്ല് പോലത്തെ കുഞ്ഞു ചട്ടികൾ ഇത് അവിടെ കൊണ്ടുവെക്കാമെന്ന് വിചാരിച്ചു ഞാൻ. അപ്പോൾ അതവിടെ സെറ്റ് ആയിരുന്നോളൂ. അപ്പോൾ അതവിടെ കൊണ്ടുവെക്കുകയാണ് ഞാൻ. എന്നോട് എൻ്റെ ഹസ്ബൻഡ് പറയുന്നത്, എനിക്ക് വട്ടാണ്, ഒരു ജോലിയും ഇല്ലാണ്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണമെന്ന്. ചെടികളെ സ്നേഹിക്കുന്ന നമ്മളെപ്പോലുള്ള ആൾക്കാർക്കൊക്കെ ഇതൊരു ഭയങ്കര സന്തോഷം ഇഷ്ടമായിരിക്കും അല്ലേ. അതിനൊന്നും ഇവിടെ വഴക്കാണ് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ചെടീൻ്റെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു. ഞാൻ തൂത്ത് വൃത്തിയാക്കി. ഇവിടെ എങ്ങനെയാണ് ഞാൻ ഈ ചെടികളോടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ലാസ്റ്റത്തെ ഒരു റിസൾട്ട്.
ഇങ്ങനെ എല്ലാം മൊത്തം ഞാൻ സെറ്റ് ചെയ്തു. ചെടികളൊക്കെ അവിടെ വെച്ചു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. കമൻറ്റ് ചെയ്യണേ. എൻ്റെ ഈ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇത് ഈ സൈഡ്, ഫ്രണ്ടിലെ ഈ സൈഡ് മാത്രമേ ആയിട്ടുള്ളൂ കേട്ടോ. ഈ ഭാഗത്തു നിന്നൊക്കെ ചെടി മാറ്റി. പിന്നെ ആ സൈഡ് ഭാഗമുണ്ട്, ഞാനതൊന്നും ഒന്നും ചെയ്തിട്ടില്ല. അവിടെയും കുറച്ച് ചെടികൾ സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, അത് പിന്നീടാക്കാം. ഞാൻ പറഞ്ഞ സൈഡ് ഇതാണ് കേട്ടോ, കിണറിൻ്റെ ഈ സൈഡ്, അടുക്കളേൻ്റെ ഈ സൈഡ് സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ.